ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പല ആളുകളുടെയും മെസ്സേജ് വായിക്കാറുണ്ട്. എന്നാൽ നമ്മൾ മെസ്സേജ് റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ ആരും ആവട്ടെ നിങ്ങളുടെ വാട്സപ്പിലേക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ അവരുടെ മൊബൈലില് അവരുടെ വാട്സപ്പില് ബ്ലൂ ടിക്ക് മാർക്ക് വരും. അങ്ങനെ ബ്ലൂ ടിക്ക് മാർക്ക് വരികയാണെങ്കിൽ അതിനർത്ഥം നമ്മൾ ആ ഒരു മെസ്സേജ് റീഡ് ചെയ്തു എന്നുള്ളതാണ്, അല്ലെ? അങ്ങനെ ഈ ഒരു ബ്ലൂ ടിക്ക് മാർക്ക് വരാതെ തന്നെ നമുക്ക് അവരുടെ മെസ്സേജ് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തി തരുന്നത്. തുടർന്നും ഇതുപോലെ ഉപകാരപ്പെടുന്ന ഇൻഫർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഇതിന് ഒരു ആപ്ലിക്കേഷന്റെ സഹായമില്ല, വെബ്സൈറ്റിന്റെ ഒരു ആവശ്യം വരുന്നില്ല. ഇത് നമ്മുടെ എല്ലാവരുടെയും മൊബൈലിലുള്ള ഒരു ചെറിയ സിമ്പിൾ ട്രിക്ക്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ വെഡ്ജസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ ബ്ലാങ്ക് സ്പേസിലായിരിക്കണം ക്ലിക്ക് ചെയ്ത് പിടിക്കുന്നത്. അപ്പോൾ എൻ്റെ നത്തിങ് മൊബൈൽ അതുകൊണ്ട് ഈ ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. സോ ഇതിൽ റെഡിൽ താഴത്തുള്ള റെഡ് ബട്ടൺ കാണാൻ പറ്റും, റെഡ് ഐക്കൺ ഡോട്ട്. ഓക്കെ, ദെൻ അത് വലത്തോട് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മുടെ ആപ്ലിക്കേഷനിൽ വിഡ്ജസ്റ്റുകൾ കാണാൻ പറ്റും. അതിൽ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വാട്സപ്പിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ സെന്റർ കാണുന്ന ഈ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് വിഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ താഴത്ത് ഓൺ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഒരു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലെ ബാക്ക്ഗ്രൗണ്ടിൽ, അതായത് മെയിൻ ഇന്റർഫേസിൽ തന്നെ ബ്ലാങ്ക് സ്പേസിലേക്ക് നമുക്ക് ഇതുപോലെ വാട്സപ്പിന്റെ ചെറിയ രീതിയിൽ, അതായത് നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സൈസിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു റീസൈസ് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, എന്നാൽ നമുക്ക് അത് റീഡ് ചെയ്യാൻ വേണം, എന്നാൽ അവർ അറിയരുത് നമ്മൾ ആ ഒരു മെസ്സേജ് റീഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് എൻ്റെ മറ്റൊരു മൊബൈലിൽ നിന്ന് ജസ്റ്റ് മെസ്സേജ് അയക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മെസ്സേജ് അയച്ചു. ദെൻ എനിക്ക് എൻ്റെ വാട്സപ്പിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതും അതുപോലെ തന്നെ ഞാനത് റീഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ എൻ്റെ മൊബൈലിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ദെൻ ഞാൻ അവിടെ നിന്ന് അയച്ച ആ ഒരു മെസ്സേജുകളെല്ലാം ഇതുപോലെ, അതായത് ഒരു ചാറ്റ് ബേസ് അല്ല, ആ ചാറ്റിന്റെ ഉള്ളിൽ വന്ന മെസ്സേജുകൾ മൊത്തത്തിൽ നിങ്ങൾക്ക് മെയിൻ ഇന്റർഫേസ് തന്നെ കാണാൻ പറ്റും. എന്നാൽ നിങ്ങളുടെ വാട്സപ്പ് ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ 4 മെസ്സേജ് വന്ന് കിടക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ അത് ക്ലിക്ക് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ ആ ഒരു മെസ്സേജ് റീഡ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനും പറ്റില്ല. ഈ ഒരു സിമ്പിൾ ട്രിക്ക് യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.